ഹായ് ഗൈസ്, ഏജൻസി വഴി ജോബ് നോക്കണവരാണോ നിങ്ങൾ? അന്ന വീഡിയോ ഒന്ന് കണ്ടേക്കിട്ടാ. ദുബായിലെ ഏജൻസി ത്രൂ വന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരിവിടെ എത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് കീപ്പിംഗ്, ഷെഫ്, സർവീസ്, ഫ്രണ്ട് ഓഫ് ദ ഹൗസ്, ഇതിലൊക്കെ വർക്ക് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടോ അവർ അവിടുന്ന് കൊണ്ടുവരണത്. ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇവര് ചെയ്യണ ജോലിയൊക്കെ വേറെ ടൈപ്പാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ വാഷ്റൂം ക്ലീനിങ്ങും അതേപോലെ സ്റ്റുവാർഡിംഗ് പരിപാടികളൊക്കെയാണ് അവർ ചെയ്യണത്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇതേപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് ദുബായിൽ തന്നെ. ഇവൻ അവരുടെ സാലറി പോലും പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഈ സാലറി അവർക്ക് കൊടുക്കണത് തന്നെ. പല പല ജോബ്സ് ഓഫർ ചെയ്തിട്ടാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അവരിവിടെ ചെയ്യണതാണെങ്കിൽ സ്റ്റുവാർഡിങ്ങിന്റെ വർക്കും. സോ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നല്ല ഏജൻസി ചൂസ് ചെയ്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. കുറെ ആഗ്രഹങ്ങളായിട്ട് വന്ന ടീമുകളാണ് ഇവിടെ ഇപ്പൊ ഡിഷ് വാഷിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഏജൻസി ത്രൂ പണി കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. എല്ലാ ഏജൻസിയും പൊട്ടയാണെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഏജൻസി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ട്രസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യണതോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ഏജൻസി തിരഞ്ഞെടുക്കാട്ടോ. ബിക്കോസ് ഒരു വട്ടം നമ്മൾ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. ഇതേപോലെയുള്ള ചതികളിലൊന്നും പോയി പെടാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ നോക്കിട്ടോ. ഈ ഏജൻസി ത്രൂ പോണത് ക്യാഷ് ചെലവായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്ക്. ബൈ ഫ്രം ഷെഫ് സാൽവിൻ അപ്പസുലാൻ.